കൂട്ടുകാരെ നമ്മുടെ ബാങ്കിങ്, അതുപോലെ PSC, പിന്നെ SSCയുടെ പരീക്ഷകൾ, ഇതിനൊക്കെ വൊക്കാബുലറി എത്രമാത്രം പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇംഗ്ലീഷിലുള്ള വാക്കുകളെല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിനി എല്ലാ ദിവസവും കുറച്ച് വാക്കുകൾ വെച്ച് പഠിച്ചു പോകും. ഓക്കെ, നോക്കി. അബണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അബണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ, അതായത് ഇപ്പോൾ കടലിൽ പോയി കഴിഞ്ഞാൽ ആവശ്യം പോലെ വെള്ളം, പുഴയുടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ആവശ്യം പോലെ മണൽ. ഇതാണ് അബണ്ടൻ്റിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഒരു വാക്യത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അബണ്ടൻ്റ് സപ്ലൈ ഓഫ് വാട്ടർ, അതായത് ആവശ്യത്തിന് വെള്ളം. അങ്ങനെയാണെങ്കിൽ റിഡൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? റിഡൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട്, അതുകൂടാതെ ആവശ്യത്തിലധികം സാധനമുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കിയുള്ളത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ അർത്ഥം എന്ന് പറയുന്നത് മോർ ദാൻ ഇസ് നീഡഡ്, ഡിസൈഡ് ഓർ റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കൂടുതൽ സാധനം ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ കയ്യിലിരുന്ന് അത് വേസ്റ്റ് ആയിപ്പോവും. ഇനി അതൊരു വാക്യത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൽസ് മെയ്ഡ് റിഡൻഡൻറ്റ് ബൈ ടെക്നോളജിക്കൽ അഡ്വാൻസ്. അതായത് ടെക്നോളജി ഒരുപാട് അങ്ങ് വളർന്നപ്പോൾ സ്കില്ല് ആവശ്യത്തിലധികമായിപ്പോയി. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കാം. കൺഫേം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എന്തെങ്കിലും ഒരു സാധനം ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടു, അത് സത്യമാണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷിക്കത്തില്ലേ? അതാണ് കൺഫേം. എന്തെങ്കിലും കാര്യം ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെയാണെങ്കിൽ കൺഫേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനവുമായി ഒത്തുപോവുക, അല്ലെങ്കിൽ എന്തിനെങ്കിലും പോലെ സിമിലർ ആവുക. അതാണ് ഈ കൺഫേമിൻ്റെ അർത്ഥം. നോക്കി, ബി സിമിലർ, അതായത് എന്തെങ്കിലും ഒരു സാധനം പോലെ ആവുക. അല്ലെങ്കിൽ അഡാപ്റ്റ് ഓർ കൺഫേം വൺസെൽഫ് ടു ന്യൂ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, അതായത് പുതിയ കണ്ടീഷൻസുമായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായി നമ്മൾ അഡാപ്റ്റ് ആവുക. അതായത് ഇപ്പോൾ നമുക്കിവിടെ വെയിലുണ്ട്, മഴയുണ്ട്, പിന്നെ ജനുവരി ഫെബ്രുവരി സമയത്ത് കുറച്ച് മഞ്ഞുണ്ട്. നമ്മളിതല്ലാതെ ശരിക്കും മഞ്ഞ് പെയ്യുന്ന ഇടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം. അവിടെയൊക്കെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ റോട്ടിൽ മൊത്തം മഞ്ഞായിരിക്കും. പിന്നെ ആ മഞ്ഞൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ കൂടെ പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റായി പോവുക. അതുപോലെ ഇതിപ്പോൾ ഒരു വാക്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നോക്കി, വി മസ്റ്റ് കൺഫേം ടു ദ ബാഡ് എക്കണോമിക് സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നമ്മൾ അതുമായി ഒത്തു ജീവിക്കണം. ഇപ്പോൾ വീട്ടിലിപ്പോൾ പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയും കുഴപ്പമില്ല, ഉള്ളതും കൊണ്ട് ജീവിക്കാമെന്ന്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കി, എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. ഇപ്പോൾ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? സബ്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരിഷ്ടിച്ച് ജീവിക്കുക എന്നൊക്കെ പറയത്തില്ലേ? അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ, അപ്പോൾ നമ്മൾ നല്ലപോലെ പിടിച്ച് നമ്മൾ ജീവിക്കും. അതുപോലെ ചിലവ് ഭയങ്കരമായിട്ട് ചുരുക്കി ജീവിക്കും. അതാണ് സബ്സിസ്റ്റൻ്റെ അർത്ഥം. പിന്നെ മീനിങ് നോക്കി, സർവൈവ് ഓൺ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. കുറച്ച് റിസോഴ്സസ് മാത്രം ഉപയോഗിച്ച് സർവൈവ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുക, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഉള്ള പൈസ വെച്ചിട്ട് നമ്മൾ പിടിച്ച് നമ്മൾ പോകും. മനസ്സിലായോ? ഇത് വാക്യത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹാവ് ടു സബ്സിസ്റ്റ് ഓൺ $1 എ ഡേ. അതായത് ലോകത്ത് ഒരുപാട് ആൾക്കാർ ഒരു ദിവസം വെറും $1 കൊണ്ട് ജീവിക്കും. $1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 73 രൂപ സംതിങ് അങ്ങനെ എന്തുവാ. ഓക്കെ, അടുത്തത് സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം ഉണ്ടാക്കുക. ഉപ്പുവെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം എടുക്കും, ഉപ്പെടുക്കും, ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കലക്കും. അപ്പോൾ ഈ ഉപ്പിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും, ഈ വെള്ളത്തിന് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. ഇതാണ് ശരിക്കും സോൾവെൻ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം അടയ്ക്കാൻ പറ്റാതെ വരിക, അതായത് കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക. അതാണ് ഇൻസോൾവെൻറ്റിൻ്റെ അർത്ഥം. നോക്കി, അൺഎബിൾ ടു മീറ്റ് ഓർ ഡിസ്ചാർജ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഈ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമ അല്ലെങ്കിൽ ബാധ്യത എന്നർത്ഥം. അപ്പോൾ ഈ സാമ്പത്തികപരമായ ബാധ്യതകൾ നമുക്ക് എന്താ പറയുക, തീർക്കാൻ പറ്റാതെ വരിക. അതാണ് ഇൻസോൾവെൻറ്റിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ വേറൊരു വാക്കും കൂടെയുണ്ട്, ബാങ്ക്റപ്റ്റ്. ബാങ്ക്റപ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരാവുക. ഇപ്പോൾ ഒരു കമ്പനി ബാങ്ക്റപ്റ്റായി എന്ന് പറഞ്ഞാൽ ആ കമ്പനി പാപ്പരായി, അതായത് അവരുടെ കയ്യിൽ ഒന്നുമില്ല, കടം അടയ്ക്കാനും ഒന്നുമില്ല, അവരുടെ കയ്യിലും ഒന്നുമില്ല. മനസ്സിലായതാണ് മീനിങ്. ഇതുപോലെ തന്നെ മറ്റൊരു വേർഡുണ്ട്, ഇൻസൊലൻ്റ്. ഇൻസൊലൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഇൻസൊലൻ്റ് എന്ന് പറഞ്ഞാൽ ഇൽ മാനേഡ്, അതായത് ഒരു മര്യാദ ഇല്ലാത്തവൻ. അതാണ് ഇൻസൊലൻ്റിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? അടുത്തത്
കോൺട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ എന്തെങ്കിലും സംഭാവന ചെയ്യുക, ഇതാണ് കോൺട്രിബ്യൂട്ട്. അപ്പോൾ സംഭാവന എന്ന് പറഞ്ഞാൽ പൈസയായിട്ട് കൊടുക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല കേട്ടുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചർ, ആ ടീച്ചറെ പിള്ളേരെല്ലാം നന്നായിട്ട് പഠിപ്പിക്കും, എല്ലാ ആക്ടിവിറ്റീസിലും പിള്ളേരൊക്കെ പങ്കെടുക്കും. അങ്ങനെ പിള്ളേർക്ക് നമ്മളോട് പറ്റുന്നതെല്ലാം പിള്ളേർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ കോൺട്രിബ്യൂട്ടിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ടിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിൻ്റെങ്കിലും ഓണർഷിപ്പ് ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം മറ്റൊരാളുടെ ആണെന്ന് പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ കാരണം ഇതാണെന്ന് പറയുക, അല്ലെങ്കിൽ സവിശേഷണം കൊടുക്കുക. ഇതൊക്കെയാണ് ആട്രിബ്യൂട്ടിൻ്റെ അർത്ഥം. നോക്കി, അസോസിയേറ്റ് ഓണർഷിപ്പ് ഓർ ഓതർഷിപ്പ് വിത്ത്, അത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഓണർഷിപ്പ് ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം ഒരാളുടെ ആണെന്ന് പറയുക, അല്ലെങ്കിൽ മാർക്ക് അസ് എ കോസ്, അതായത് എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ കാരണം ഇതാണെന്ന് പറയുക. ഈ ആട്രിബ്യൂട്ടിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരാളുടെ മ്യൂസിക് എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് റവന്യൂ കിട്ടത്തില്ല, നമ്മുടെ വീഡിയോയുടെ റവന്യൂ മറ്റേ ആൾക്ക് പോകും. പക്ഷേ ചിലരുടെ മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ ഇടാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? അയാൾ പറയും, അയാളുടെ മ്യൂസിക് നിങ്ങളാണ് ഇട്ടോ, പക്ഷേ ഈ മ്യൂസിക് എൻ്റെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആട്രിബ്യൂഷൻ ചെയ്യണം. അതായത് ഈ മ്യൂസിക് നമ്മുടെ വീഡിയോയിൽ പ്ലേ ചെയ്യാൻ നേരത്ത് ഈ പാട്ടിൻ്റെ ഓണറിൻ്റെ പേര് ആ വീഡിയോയിൽ എഴുതി കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടുകയോ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്ത ആ മ്യൂസിക് മറ്റേ ആൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ എഴുതി കാണിക്കുക, അത്രയേ ഉള്ളൂ. ഇതിനാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. ഡിഫർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഡിഫർ എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരേപോലെ അല്ലാതിരിക്കുക, അതാണ് ഡിഫർ. നോട്ട് ബി ദ സെയിം. അങ്ങനെയാണെങ്കിൽ ഡിഫർ, ഇത് രണ്ടും ഡിഫർ എന്ന് തന്നെയാണ് വായിക്കുന്നത്, പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഇത് DIFFER ഇത് DEFER. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നറിയാമോ? ഡിഫർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക, അതായത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കുക, അതാണ് ഒരർത്ഥം. വേറെ അർത്ഥം കൂടെയുണ്ട്, നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടത്തിനോ ആഗ്രഹങ്ങൾക്കോ വഴങ്ങുക, അതിനും ഡിഫർ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഡിഫർ എന്ന് പറഞ്ഞാൽ ഹോൾഡ് ബാക്ക് ടു എ ലേറ്റർ ടൈം, മറ്റൊരു സമയത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. ടെൻഡൻസി ടു yield ടു ദ വിൽ ഓഫ് അതേഴ്സ്, അതായത് ബാക്കിയുള്ളവരുടെ ആഗ്രഹത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കുക, അതിനെ ഡിഫർ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഡിഫറും വെർബ് ഫോമാണ്. ഇത് രണ്ടും വെർബ് ഫോമാണ്. ഇതിൻ്റെ നൗൺ ഫോം എന്താ? ഡിഫറിൻ്റെ നൗൺ ഫോം എന്ന് പറയുന്നത് ഡിഫറൻസ്, DIFFERENC. ഇതാണ് ഈ ഡിഫറിൻ്റെ നൗൺ ഫോം. ഈ ഡിഫറിൻ്റെ നൗൺ ഫോം എന്ന് പറയുന്നത് ഡിഫർമെൻ്റ്, DEFERMENT. ഡിഫർമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഈ അർത്ഥമാണ് വരിക, അതായത് ഹോൾഡ് ബാക്ക് ടു എ ലേറ്റർ ടൈം. അതായത് ഇപ്പോൾ എക്സാം നമ്മൾ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഡിഫർമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥം മാത്രമേ വരത്തുള്ളൂ. ഇനി ഇതിൻ്റെ നൗൺ ഫോമിൽ ഈ അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഡിഫറൻസ് എന്ന് പറയണം, DEFERENC. ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ അർത്ഥം വരത്തുള്ളൂ, ഡിഫർമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥം വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അടുത്തത് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ഒരാളോട് ഭയങ്കരമായി ഇഷ്ടം, ഭയങ്കര സ്നേഹം, ഒരമ്മയ്ക്ക് മക്കളോടുള്ള അഫെക്ഷൻ, മനസ്സിലായോ? പോസിറ്റീവ് ഫീലിംഗ് ഓഫ് ലൈക്കിങ്. അങ്ങനെയാണെങ്കിൽ അഫക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അഫക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഷോ, അതായത് ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അഭിനയിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരാളെ ഒട്ടും ഇഷ്ടമല്ല, കണ്ണെടുത്താൽ കണ്ടുവിടാം, പക്ഷേ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ അയാൾ കാണുവാണെങ്കിൽ എടാ എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മളെ കൈ പിടിച്ച് വർത്താൻ പറഞ്ഞിട്ട് പോകും. ശരിക്കും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോ കാണിച്ചിട്ട് പോകുന്നു. അപ്പോൾ അതാണ് അഫക്റ്റേഷൻ. നോക്കി, എ ഡെലിബറേറ്റ് പ്രിറ്റൻസ് ഓർ എക്സാഗറേറ്റഡ് ഡിസ്പ്ലേ. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം, പ്രിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുക, അതായത് ഇപ്പോൾ എനിക്ക് ആ സാധനം ഇഷ്ടമല്ല പക്ഷേ ഇഷ്ടമുണ്ടെന്ന് ഇങ്ങനെ കാണിക്കുക, കപടമായിട്ട് കാണിക്കുക. എക്സാഗറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഷോ, അത്രയേ ഉള്ളൂ. അടുത്ത് നോക്കാം. ഈ വർദ്ധി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളൊരു സാധനം. ഫോർ എക്സാമ്പിൾ 2 ബ്രാൻഡിൻ്റെ ഹെഡ്സെറ്റ്, 2-ന് 200 രൂപയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ബ്രാൻഡിൻ്റെ ഹെഡ്സെറ്റിന് വലിയ ക്വാളിറ്റി ഇല്ല, ഒരു ബിൽഡ് ക്വാളിറ്റി ഇല്ല, ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ല, പെട്ടെന്ന് തന്നെ കേടാവുകയും ചെയ്യും. പക്ഷേ മറ്റേതിന് 200 രൂപ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റിയും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയും ആദ്യത്തെ ബ്രാൻഡ് കൊള്ളത്തില്ല, രണ്ടാമത്തെ ബ്രാൻഡാണ് വർത്തി. അതായത് ആ പൈസയ്ക്ക് രണ്ടാമത്തെ ബ്രാൻഡിൻ്റെ സാധനമാണ് വർത്തി, അത് രണ്ടാമത്തെ സാധനത്തിന് ഒരു വാല്യൂ ഉള്ളൂ. മീനിങ് നോക്കി, ഹാവിങ് വർത്ത് ഓർ മെറിറ്റ് ഓർ വാല്യൂ. അതായത് ഒരു എന്താ പറയുക, വർത്ത്, മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യത, വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ.
പിന്നെ ബീങ് ഓണറബിൾ ഓർ അഡ്മിറബിൾ, അതായത് നമുക്ക് ബഹുമാനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനോ അതിനെന്തെങ്കിലും വേണം, അതിനാണ് നമ്മൾ വർത്തി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ നോട്ട് വർത്തിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോട്ട് വർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തി അല്ല എന്നല്ല കേട്ടോ അർത്ഥം. നോട്ട് വർത്തി എന്ന് പറഞ്ഞാൽ വർത്തി ഓഫ് നോട്ടീസ്, അതായത് ശ്രദ്ധിക്കപ്പെടേണ്ട സാധനമാണ്, അതാണ് ഈ നോട്ട് വർത്തിയുടെ അർത്ഥം. മീനിങ് നോക്കി, വർത്തി ഓഫ് അറ്റൻഷൻ ബിക്കോസ് ഇൻട്രസ്റ്റിംഗ്, സിഗ്നിഫിക്കൻറ്റ് ഓർ അൺയൂഷ്വൽ, അതായത് ശ്രദ്ധിക്കപ്പെടേണ്ട സാധനമാണ് കാരണം അത് ഇൻട്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റോ, സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രാധാന്യം, ഓർ അൺയൂഷ്വൽ, അൺയൂഷ്വൽ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ അല്ലാത്തൊരു സംഭവം, ഇതിനാണ് നോട്ട് വർത്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തത് ടുവാർഡ്. ടുവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോവുക. ഇപ്പോൾ ഹി വാക്ക്ഡ് ടുവാർഡ്സ് ദ ഡോർ, ആ ഡോറിനടുത്തേക്ക് അയാൾ നടന്നു, ഇതാണ് ടുവാർഡിൻ്റെ അർത്ഥം. നോക്കി, ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അങ്ങനെയാണെങ്കിൽ അൺടുവാർഡിൻ്റെ അർത്ഥം എന്താ? അൺടുവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെയല്ല, അതായത് ഒരു തല തിരിഞ്ഞ, അതായത് ഇപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ, അതൊന്നും ചെയ്യാതെ അതിന് നേരെ വിപരീതം ചെയ്യുക, ഇതാണ് ഈ അൺടുവാർഡിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമുക്ക് റോഡുണ്ട്, റോഡിൻ്റെ പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പോലും വണ്ടി റോട്ടിൽ കയറ്റി പാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതിനാണ് നമ്മൾ അൺടുവാർഡ് എന്ന് പറയുന്നത്. മീനിങ് നോക്കി, നോട്ട് ഇൻ കീപ്പിംഗ് വിത്ത് അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ഓർ പ്രോപ്പർ ഇൻ പൊളൈറ്റ് സൊസൈറ്റി, അതായത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ സാധാരണ ഒരു മര്യാദയ്ക്ക് എല്ലാവരും ചെയ്യേണ്ട കാര്യത്തിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് അൺടുവാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത് നോക്കുക, ഫാസ്റ്റ്, ഫാസ്റ്റിംഗ്, ഫാസ്റ്റൻ, ഫാസ്റ്റിഡിയസ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഭയങ്കര സ്പീഡിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോവുക, അതാണ് അതിൻ്റെ അർത്ഥം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഭക്ഷണമേ കഴിക്കാതിരിക്കുക അങ്ങനെ മാത്രമല്ല, ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക, അതിനെ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയും. ഇനി ഫാസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പ്ലെയിനിൽ കയറുമ്പോൾ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്, അതായത് സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആക്കുക, അപ്പോൾ അതാണ് ഫാസ്റ്റൻ്റെ അർത്ഥം. ഇനി ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ, ഇതൊരു അഡ്ജക്റ്റീവാണ്, ഇതൊരു വിശേഷണമാണ്. അതായത് ഇപ്പോൾ നമ്മൾ മുറി അടിച്ചു വരിയിട്ടിട്ടുണ്ട്, പക്ഷേ ഇയാളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പൊടിയൊക്കെ കിടക്കുന്ന അയാൾക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഭയങ്കര കർക്കശക്കാരെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു അർത്ഥമാണ് ഫാസ്റ്റിഡിയസ്. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ തരാണ്ട് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, പിന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്കിനി നാളെ കാണാം.